സിമ്പിൾ നോമ്പ് തുറ നോക്കിയാലോ ഇന്ന് രണ്ടാമത്തെ ദിവസമാട്ടോ നോമ്പിന്. അപ്പം നമ്മൾ എന്ത് ചെയ്തത്, ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വെച്ചിട്ട് വൈകുന്നേരം ഞാൻ പോകുമ്പോഴത്തേനും മമ്മി എല്ലാം ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വാട്ടാൻ വെച്ചിട്ടുണ്ടേനും ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടേനും. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ മമ്മി കറിക്കുള്ളതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ബീഫ് കറിയാണ് വെക്കുന്നത്. അങ്ങനെ ബീഫിൻ്റെ വിസിലൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേനും നമ്മൾ ചിക്കൻ വന്നിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ വന്ന് ഞാൻ പിന്നെ അത് പിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അതാണല്ലോ ഭയങ്കര പാട് പണി. അങ്ങനത്തെ ഇവിടുത്തെ ഏറ്റവും ടഫായിട്ടുള്ള പണികളൊക്കെ ഞാൻ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് മമ്മി ദോശ ഇടുന്നതിനനുസരിച്ച് ഞാനത് റോളാക്കി വെച്ച്. അപ്പോഴത്തേനും തേങ്ങ ഒക്കെ മമ്മി അരച്ചിട്ടുണ്ട് കറിയിലേക്കുള്ള. പിന്നെ ഞാൻ അതൊന്നും നോക്കിയില്ല, ഒക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് എഗ്ഗിലും ബ്രെഡിലൊക്കെ മുക്കിയിട്ട്. പിന്നെ അപ്പോഴത്തേനും പത്തിരിപ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പത്തിരിയൊക്കെ അങ്ങനെ ഉരുട്ടി വെച്ച് ബോൾസാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടുത്തെ പത്തിരി മേക്കർ ആയതുകൊണ്ട് ഞാൻ പ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാ പത്തിരിയും പരത്തി കൊടുത്തിട്ടുണ്ട്. എന്ത് കഷ്ടപ്പാടല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉന്നക്കായ പൊരിക്കുന്നുണ്ട് മമ്മി ഒരു സൈഡിൽ നിന്ന്. അത് കഴിഞ്ഞ് ഉന്നക്കായൊക്കെ പൊരിച്ചിടുമ്പോഴത്തേനും പിന്നെ ചിക്കൻ റോൾ പൊരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ പൊരികളൊക്കെ അവിടെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എൻ്റെ സ്പെഷ്യൽ വെള്ളമൊക്കെ അങ്ങനെ ഉണ്ടാക്കി ലെമണേഡൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ട് നോമ്പ് തുറക്കുമ്പോൾ മെയിൻ വെള്ളമാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്ക് കൊടുത്ത് നമ്മൾ കാരൊക്കെ വെച്ച് നോമ്പ് തുറന്ന് പിന്നെ വെള്ളം കുടിച്ച് ഒരു ചിക്കൻ റോൾ കഴിച്ചപ്പോഴത്തേനും ഞാൻ അവിടെ സൈഡായി വീണിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഒരു 10 മണി ആയപ്പോഴത്തേനാണ് നമ്മൾ പത്തിരിയൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ പത്തിരി, ചിക്കൻ പൊരിച്ചത്, ഇറച്ചിക്കറി, വത്തക്ക വെള്ളം, ചായനെക്കാട്ടി ഇവിടെ കൂടുതൽ വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ കൂട്ടി നന്നായിട്ട് രാത്രി ഡിന്നറും കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ അത്രയൊക്കെ ഉള്ളതിന് ഒരു സിമ്പിൾ നോമ്പ് തുറയിനും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു.